ഗൈസ്, വെൽക്കം ബാക്ക് ടു എൻജോയ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ചെറിയൊരു ഔട്ടിംഗ് വ്ളോഗാണ്. അതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുക. ബൈ ബൈ, സീ യു. കണ്ടിട്ട് വരാം. ഇപ്പോൾ 7 o'clock കഴിഞ്ഞ് വൈകുന്നേരം കേട്ടോ. എപ്പോഴും നോക്കിക്കുക, നല്ല വെട്ടം. ഇങ്ങനെയാണ് ഈ സീസൺ ആകുമ്പോഴത്തേക്ക് നല്ല വെട്ടമായിരിക്കും. കീ എടുക്കാൻ മറന്നുപോയി, അത് കാരണം ഇച്ചായന് വെയിറ്റ് ചെയ്ത് നിൽക്കുക കീ കൊണ്ടുത്തരാൻ വേണ്ടി. ഡോറ് ലോക്ക ഉണ്ടോ. നമ്മുടെ നാട്ടിലെത്തിക്കുട്ടി ചെമ്പരത്തി ഇരുട്ടാൻ തുടങ്ങി, അത് കാരണം ക്ലിയർ ഉണ്ടോയെന്ന് അറിയത്തില്ല. അതുണ്ടോ നല്ല പൂവൊക്കെ ഉണ്ട്. ഇങ്ങനെയൊരു ഇത് നമ്മുടെ മാവാണേ, ചെമ്പരത്തി മാവ്. എനിക്ക് തോന്നുന്നത് മണ്ണിൽ തന്നെ കുഴിച്ചിട്ടിട്ടുണ്ട്. ചെമ്പരത്തി ഒരു വലിയൊരു ചെടിച്ചട്ടിയിലകത്ത് വെച്ചേക്കുക. ഇതൊന്ന് നനച്ചൊക്കെ കൊടുക്കും. അങ്ങനെ ഹെസമോളി ചൈന വന്ന ഡോറ് തുറന്ന് തന്നു. ഹെസമാ, ഹെസക്കുട്ടിയെ ഈടെ എവിടെ പോവാ? ഡോറ് തുറന്നു പാടെ എങ്ങോട്ട് പോവാനാ? എങ്ങോട്ട് പോവാനോ യേശുക്കുട്ടി? അമ്മയുടെ പുത്തേ, വാ വാ, അവര് കുഞ്ഞു വായോ. ഒരു ചുണ്ടിരിയാണോ? പോകാം പോകാം നമുക്ക്. ടാറ്റ വെക്കാറ്. അപ്പ ടാറ്റ. ചേർന്നു എന്തൊക്കെയായിരുന്നു എന്നപ്പോ? ചെമ്പരത്തി ചെമ്പരത്തി എടുത്ത് വിളിച്ചിട്ട് അമ്മയ്ക്ക് മോനെ, അമ്മയ്ക്ക് മോനെ, അമ്മയ്ക്ക് ഉമ്മ നേടി. എന്നാണ് ഞാൻ ഉള്ളിൽ കയറിയപ്പം ഹെസമോൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഗേറ്റ് അടച്ചേ. ഇത് നമ്മുടെ നാട്ടിലത്തെ പോലെ കണ്ടപ്പോൾ നല്ല പച്ചപ്പായിട്ട് നിൽക്കുന്ന കറിവേപ്പില കണ്ടോ. കറിവേപ്പിലയും കുറേ എന്തൊക്കെയോ സാധനങ്ങൾ ഇവിടെ നട്ടിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ മുരിങ്ങയിലയാണ്. അങ്ങനെ കുറേ പച്ചക്കറി ചെറിയ ചെറിയ ഐറ്റംസ് ഇവിടെ നട്ട് വെച്ചിട്ടുണ്ട്. നല്ല രസം ഇത് കാണാൻ വേണ്ടി. രസമോളെ ഇതിൽ ഇറക്കി വിടുമ്പോൾ ഇത് എപ്പോഴും പോയിട്ട് ഈ ഇലയൊക്കെ പറിക്കാൻ വേണ്ടി ഇവിടെ നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ രസമോൾ മുറ്റത്തുനിന്ന് കയറി വരുന്നില്ല. കയറി വാ പോകാമെന്ന് പറഞ്ഞിട്ടൊന്നും ആൾ ഒരു മൈൻഡില്ല. അവിടെ മണ്ണിൽ കിടന്ന് കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ റൂമിൻ്റെ ഉള്ളിലേക്ക് രസമോളം കൂട്ടി കയറി പോവുക. നമ്മൾ ചെന്നിട്ട് ഒന്ന് പുറത്ത് പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം. വീക്കെൻഡ് ആയില്ല അന്നേരം, അതിന് വേണ്ടി ഒന്ന് പോകണം. അതിന് വേഗം പ്രിപ്പയർ ആകട്ടെ. അങ്ങനെ ചെറിയൊരു മിനി ഷോപ്പിങ്ങിനായിട്ട് നമ്മൾ പുറത്തിറങ്ങി കേട്ടോ. ഇപ്പോഴും നല്ല ചൂടാണേ, ഭയങ്കര ചൂട്. ഇപ്പം നിൽക്കാൻ പറ്റാതെ. ഇച്ചാൻ ഇഷ്ടപ്പെട്ടില്ല ഞാൻ വീഡിയോ എടുത്തത്. എന്നോടാൾ പറയും മൊബൈലെടുത്ത് ഞാൻ ദൂരെ എറിയുമെന്ന് പറഞ്ഞാൽ ചീത്ത പറഞ്ഞ. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പിന്നെ അങ്ങ് പോയിട്ടോ. പിന്നെ കൂളായ ആൾ. അങ്ങനെ സാധനം മേടിക്കാൻ വേണ്ടി നമ്മുടെ സെയിം ഷോപ്പിംഗ് മാളിൽ കയറി കേട്ടോ. അങ്ങനെ സാധനമൊക്കെ മേടിക്കാൻ വേണ്ടി തുടങ്ങി. ഇത് മുട്ടേൻ്റെ ഏരിയ കേട്ടോ. ഇവിടെ കുറേ ഓഫറുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലേക്കാളും വെറൈറ്റി ആയിട്ട് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സാധനങ്ങൾ സെലക്ട് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് നമ്മുടെ ലോങ് ലാസ്റ്റിംഗ് മിൽക്കാണ്. ഇത് ഫ്രീസറിലൊന്നും വെക്കണ്ട. ഇങ്ങനെ ലോങ് ലാസ്റ്റ് എക്സ്പയർ ആയിട്ടുള്ള ഇതാ. നോക്കിക്കുക, സൺഫ്ലവർ ഓയിൽ കുറേ ഓഫറും കാര്യങ്ങളും ഉണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ടേ ഇഷ്ടംപോലെ ഓഫറുണ്ട്. അങ്ങനെ എല്ലാ ഏരിയകളിലൂടെ ഒന്ന് നടന്നു പോയിട്ടോ. നമ്മുടെ അണ്ടിപ്പരിപ്പ് ഇത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു, ഇതിൻ്റെ പേര് ഞാൻ മറന്നു, എന്ന് മേടിക്കണം എന്ന് ഓർത്തായിരുന്നു. അങ്ങനെ എല്ലാ സാധനങ്ങളും ഇത് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ പുറത്ത് പൊടിച്ചിട്ട് കൊടുക്കുന്ന ഇതുണ്ടോ. നമ്മുടെ ഫ്രൂട്ട്സ്, ഡ്രാഗൺ ഫ്രൂട്ട്സിനൊക്കെ നല്ല വില കുറവുണ്ടായിരുന്നു. പക്ഷെ വാങ്ങിയില്ല. ഒന്നും രസമോൾ മേടിച്ചാലും കഴിക്കത്തില്ല, അതാണ് മേടിച്ചിട്ടില്ല. പഴം നമ്മുടെ നാട്ടിലൊക്കെ സുലഭമായ കാര്യങ്ങൾക്ക് ഇവിടെ എന്ത് പൈസയെന്നറിയാവോ. എല്ലാ പച്ചക്കറികളും പഴങ്ങളും. അങ്ങനെ ഉള്ളിൽ കയറി കഴിഞ്ഞപ്പം രസമോളുടെ കൂടെ ഒരു ഫിലിപ്പിനോ കൊച്ചു വന്ന് കളിക്കാൻ വേണ്ടി വന്നേ. ആ ഭാഗമൊക്കെ കാണുന്ന ആൾ ഓടുക. കൊച്ചു പിടിക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്ക് അവൾ ഓടും. പക്ഷെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് ഭയങ്കര കമ്പനിയായിട്ടാണ്. അങ്ങനെ പിന്നെ ഓയിൽ മേടിക്കാൻ വേണ്ടി പോകാമെന്ന് വിചാരിച്ച് നോക്കി കഴിഞ്ഞപ്പം ഞാൻ ഉദ്ദേശിച്ച പാരച്യൂട്ട് ഓയിൽ അവിടെ ഉണ്ടായിരുന്നില്ല.
അത് കാരണം ഇന്നും ഓയിൽ മേടിച്ചില്ല. പിന്നെ സ്പ്രേ, നല്ലൊരു സ്പ്രേ ഉണ്ട് കേട്ടോ, ഒന്നും പറയണ്ട, നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നല്ല സ്മെല്ല് നിൽക്കുന്ന ലൂയിസിൻ്റെ ഈ സ്പ്രേ കേട്ടോ, സൂപ്പർ സാധനമാണ്. അങ്ങനെ നമ്മൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് പുറത്തിറങ്ങിയപ്പം ചായക്കടയിലേക്ക് പോയി. നല്ല കടപ്പലഹാരങ്ങളൊക്കെ നിരന്നിരിക്കുന്നത് കണ്ടപ്പം ഒന്ന് പോയി ചായ കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ ലൈറ്റായിട്ടൊന്ന് ചായ കുടിക്കാൻ കയറി കേട്ടോ. നന്നായിട്ട് ഫുഡൊക്കെ ഹോട്ടലിൽ ഇരുന്ന് അടിക്കണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ കെസ്മോൾ സമ്മതിക്കത്തില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ വേഗം വീട്ടിലേക്ക് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇച്ചായും ബില്ല് ചെയ്തിട്ട് വരാൻ വേണ്ടി. അങ്ങനെ ഇച്ചായും ബില്ലും ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ രണ്ടും കൂടെ തന്നെ എടുത്ത്, എന്നിട്ട് പിന്നെ വേഗം പോകാമെന്ന് വെച്ച് ഇങ്ങനെ ഇരിക്കുക. ഇന്ന് ഇത്രയേ ഉള്ളൂ കേട്ടോ. ബൈ.